ഹായ്, എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ബൺ അപ്പമാണ്. അതായത് നമ്മൾ ഈ പാലപ്പത്തിനുണ്ടാക്കുന്ന അതേ ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. തേങ്ങ, പച്ചരി, തേങ്ങ, അവലാണെങ്കിൽ അവൽ, അല്ലെങ്കിൽ ചോറാണ് ചോറ്, ഇച്ചിരി പഞ്ചസാര, ഒരു ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഈസ്റ്റേ ചേർത്തുള്ളേ. അതുപോലെ അതേ ബാറ്റർ, പാലപ്പത്തിൻ്റെ ബാറ്റർ തന്നെയാണ് ഇതിന്. അപ്പം ഞാനിങ്ങനെ പാലപ്പച്ചട്ടിക്കകത്ത് ഇങ്ങനെ മാവ് കോരി ഒഴിച്ച് ഒന്ന് മുകളൊക്കെ ഒന്ന് ഇതായിട്ട് വന്നുകൊണ്ട് ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. പക്ഷെ നല്ല സോഫ്റ്റ് അപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇന്നലെ രാത്രിയിൽ ബീഫ് കറി വെച്ചായിരുന്നു. രാത്രിയിൽ അപ്പമാണ് ഉണ്ടാക്കിയത്, പാലപ്പമാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ ബാക്കി മാവാണ് ഇപ്പം രാവിലെ ഉണ്ടാക്കിയതാണ്. കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ അത് മുറിക്കുമ്പം തന്നെ അറിയാമല്ലോ എത്രമാത്രം നല്ല സോഫ്റ്റായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ പാലപ്പച്ചട്ടിയിൽ ഇങ്ങനെ കറക്കി വെച്ചുണ്ടാക്കുന്നതിനേക്കായി സോഫ്റ്റായിട്ട് ഈ ബണ്ണപ്പമായിട്ട് ഉണ്ടാക്കുമ്പം റെഡിയാവും. അപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനൊരു സാമ്പാറാണ് വെക്കുന്നത്. മുരിങ്ങയ്ക്ക ഞാൻ കുക്കറിൽ വേവിച്ചില്ല. ബാക്കി കഷ്ണങ്ങളെല്ലാം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കുക്കറിൽ വേവിച്ചിട്ട് ഞാനൊരു വേറൊരു ചരുവത്തിലോട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാണ് ഞാൻ മുരിങ്ങയ്ക്ക കീറിയിട്ടേക്കുന്നത്. എന്നിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയും ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങയ്ക്കയൊക്കെ നന്നായി അങ്ങ് വേവും. അല്ലാതെ കഷ്ണങ്ങളുടെ കൂടെ മുരിങ്ങയ്ക്ക അങ്ങ് ഇടുമായിരുന്നെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങ് അലന്ന് നാര് പോലെ നമുക്ക് കിട്ടത്തുള്ളൂ. നമുക്കിങ്ങനെ കടിച്ച് തിന്നാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നോണം ഞാൻ നോക്കിയാണ്, ഞാൻ 3-4 ടൊമാറ്റോ ചേർത്തായിരുന്നു. എന്നിട്ടും പുളി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ലാസ്റ്റിൽ ഞാനിതിൽ കടുകൂടെ വറുത്ത് ചേർത്തിട്ടുണ്ട്. ഈ സമയം ഉലുവാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി. പിന്നെ തോരൻ വയ്ക്കുന്നത് കാബേജ് തോരനാണ്. കാബേജൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുത്തായിരുന്നു. അപ്പോൾ ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് സവാള പച്ചമുളക് ഒന്നിട്ട് ഇച്ചിരി നേരം ഒന്ന് വാട്ടിയതിന് ശേഷം ഇതിലേക്ക് തേങ്ങയും ചേർത്ത് കൊടുത്ത് സ്വല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കാബേജിൻ്റെ അകത്ത് ഞാൻ ഇത്രയും ഇഞ്ചിയും കൂടെ പൊടിയായിട്ട് ഒരു കഷ്ണം ഇഞ്ചി കുനുകുനാ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇഞ്ചി ചേർക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. ഈ കാബേജിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ല് വരത്തില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ കാബേജ് ഇട്ട് കൊടുത്ത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഉപ്പ് ചേർക്കാറില്ല, അപ്പം വെള്ളം വിടും. അപ്പം ഞാൻ നല്ല ഹൈ ഫ്ലെയിമിലൊന്ന് നന്നായി ഇളക്കി ലാസ്റ്റിൽ ഇപ്പോഴാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇവിടെ ഇപ്പം കാബേജും റെഡിയായി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചിക്കൻ്റെ അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചിക്കൻ്റെ അച്ചാർ ഇടണം. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് റെഡിയാക്കിയായിരുന്നു. ചിക്കൻ അച്ചാറൊക്കെ റെഡിയായി. ആർക്കെങ്കിലും അച്ചാർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ത്യയിൽ എവിടെയും കൊറിയർ ചെയ്ത് കൊടുക്കുമേ. ഞാൻ എൻ്റെ വ്ളോഗിൻ്റെ അകത്ത് കമൻറ്റിൽ വാട്സപ്പ് നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ബട്ടൺ പ്രസ് ചെയ്തേക്കണേ.